ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളിത് ഒന്ന് ഫുഡ് കഴിക്കാനും പിന്നെ ബർത്ത്ഡേൻ്റെ ഒരു കേക്കൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഫുഡ് ഉച്ചക്കൊന്നും ഉണ്ടാക്കിയില്ല, മടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ അടുത്തൊരു വെജിറ്റേറിയൻ ഷോപ്പ് ഉണ്ട്. എന്താ ദോശ, ഇഡ്ഡലി അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ കിട്ടണം, ഫുഡ് ഐറ്റംസ് കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ വെച്ചു. അപ്പം അങ്ങോട്ട് പോകണം. സോറി, എന്തെങ്കിലുമൊക്കെ പറയും. ഞാൻ ഈ സ്ഥാനത്താണ് തോന്നുന്നത്. ഹലോ ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മദ്രാസ് റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. അതൊരു ചെന്നൈ ബേസ്ഡ് ആൾക്കാരെ നടത്തുന്ന കടയാണ്. ചെന്നൈയല്ലോ, ഹൈദരാബാദ്. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ. നമുക്ക് ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളിന്ന് കേക്ക് മേടിക്കണം, ബർത്ത്ഡേ ആണ്. അപ്പം അതിന് കേക്ക് എന്തെങ്കിലും കുഞ്ഞൊരു പീസ് കേക്ക് മേടിക്കണം. പിന്നെ പറ്റിയാലൊന്ന് പാർക്കിൽ പോകണം അല്ലേ? യെസ്, പാർക്കിൽ കുറച്ച് ദിവസമായി പോയിട്ട്. അപ്പം നമ്മളിപ്പോൾ എപ്പോഴും ജോലിയും ഇതൊക്കെ ആയിട്ട് വർക്കൊക്കെ ആയിട്ട് ലീവ് കിട്ടുമ്പോൾ നമ്മളൊന്ന് പുറത്തൊക്കെ ഇറങ്ങാം. നമ്മൾ ഇവിടെ വിൻ്റർ സീസണും കൂടി ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു ഡിപ്രഷൻ, നമുക്ക് എപ്പോഴും ഒരു ടയർഡ്നെസ് ഒക്കെ ഫീൽ ചെയ്യും. എപ്പോഴും ഒരു ഉഷാറുണ്ടാവില്ല. അപ്പോൾ നമ്മളിങ്ങനെ ലീവുള്ള ദിവസം കൂടി ഒന്ന് പുറത്തിറങ്ങിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ ഇറങ്ങുമ്പോൾ നല്ല വെയിലായിരുന്നു. അപ്പൊ തന്നെ ഒന്ന് ഇങ്ങനെ ഒരു വെയിലൊക്കെ ഒന്ന് കുറഞ്ഞു. സന്ധ്യ ആവുന്ന ഒരു ഫീലായി. ഇപ്പൊ സമയം 2:30 അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴൊക്കെ ഇങ്ങനെ വെളിച്ചുള്ളപ്പോൾ ഇറങ്ങാൻ പറ്റിയ ഇങ്ങനെ ലീവുള്ള ദിവസങ്ങളിൽ മാത്രം. അപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ഭയങ്കര ഡിപ്രഷൻ ആയിരിക്കും. അപ്പൊ തന്നെ നമുക്ക് ഭയങ്കര മടിയാണ്. ഇപ്പൊ ലീവുള്ള ദിവസം മൊത്തത്തിലൊരു മടിയാണ്. അതന്നെ ഒരു ഡിപ്രഷൻ. ഡിപ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഡിപ്രഷൻ നമ്മൾ നോക്കി കണ്ടും പറയണം. അങ്ങനെയല്ല, അതല്ല, വിന്റർ ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അങ്ങനെ ഒരു സംഭവമുണ്ട്. നമുക്ക് വിന്റർ സീസണിൽ വരാം. കാരണം നമ്മുടെ ഇവിടെ വിന്റർ സീസണിൽ പകല് ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ പകല് കുറവായിരിക്കും. അപ്പോൾ ഫുൾ ടൈം നമുക്ക് ഇരുട്ട് ഫീൽ. അപ്പോൾ നമ്മൾ ഒന്ന് എണീക്കാൻ ലേറ്റായി, വീട്ടിൽ എന്തെങ്കിലും നമുക്ക് കുക്ക് ചെയ്യാനും അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിക്കുമ്പോഴത്തേന് ചിലപ്പോൾ പുറത്ത് ഇരുട്ടായിട്ടുണ്ടാവും. അങ്ങനെ അപ്പോൾ നമുക്ക് വെയിൽ കാണാനായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും ഇവിടെ. അപ്പോൾ കുറച്ച് ദിവസം അടുപ്പിച്ച് നമ്മളങ്ങനെ വെയിലത്ത് പുറത്തിറങ്ങിയില്ലെങ്കിൽ പിന്നെ നമുക്ക് എപ്പോഴും ഒരു മടിയിരിക്കും. ഒന്ന് പുറത്തിറങ്ങാനോ അല്ലെങ്കിൽ എല്ലാം ചെയ്യാനും എല്ലാത്തിനും ഒരു മടിയിരിക്കും. അപ്പം നമ്മൾ അങ്ങനെ മടിയാകുമ്പോൾ നമുക്കത് ഭയങ്കര പ്രശ്നമാണ്. ലീവൊക്കെ ഉള്ളപ്പോൾ നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് അതാലോചിച്ചിട്ടൊരു ടെൻഷനൊക്കെ ആയിരിക്കും. അപ്പം മൊത്തത്തിലൊരു വിൻ്റർ സംഭവം തണുപ്പും സ്നോയൊക്കെ വീണ രസമാണെങ്കിലും കുറേ കാലമാകുമ്പോൾ അത്ര വലിയ രസമൊന്നും ഉണ്ടാവില്ല അല്ലേ? എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ അപ്പോൾ ആ ഒരു തണുപ്പും പിന്നെ ഇതെല്ലാം പിടിച്ച് നമ്മൾ മടി പിടിച്ചിരുന്നാൽ അങ്ങനെ പോവും. നമുക്ക് മടി വരും, അത് ശരിയാ, ഓട്ടോമാറ്റിക്കലി മടി വരും അല്ലേ? അതാണ് വിന്ററിലെ കഥ. അപ്പം നമുക്ക് പിന്നെന്ന് പറഞ്ഞാൽ ഒരു അധിക ദിവസങ്ങളിലും ഇവിടെ ഇതായിരിക്കും. വിന്ററിൽ ഒന്നെങ്കിൽ മഴയായിരിക്കും അല്ലേ? അധികം മഴയായിരിക്കും. ഇങ്ങനെ കുറച്ച് വെയിലൊക്കെ ഉള്ള സണ്ണി ആയിട്ടുള്ള ദിവസങ്ങൾ വളരെ കുറവായിരിക്കും. അപ്പം നമുക്ക് ചിലപ്പം ഏതെങ്കിലുമൊക്കെ ഒരു ദിവസം അങ്ങനെ വരണം. അന്നെങ്ങാനും പുറത്തിറങ്ങാൻ പറ്റില്ലെങ്കിൽ ഇവിടുത്തെ അതുണ്ടെങ്കിൽ തന്നെ ഒരു 3-4 മണിക്കൂർ ഉണ്ടാവുള്ളൂ ഡെയിലി. അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഇവിടുത്തെ ഒരു സീസൺ ഭയങ്കര ഒരു പ്രശ്നമാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പാർട്ടി. ഒന്നുകൂടെ പോയിക്കോ. തെരുവിലൂടെ ഇങ്ങനെ നടന്നോളൂ. എങ്ങനെയുണ്ട്?
റെക്കോർഡ് ചെയ്ത് തുടങ്ങിയിട്ട് സോറി, അത് ഇങ്ങോട്ടാ വണ്ടികളല്ലോ. കേക്ക് മേടിക്കണം, പിന്നെ നമ്മൾ പാർക്കിൽ പോകും. പാർക്കിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് നടക്കണം. അത്രേ ഉള്ളൂ. കുഞ്ഞു പാർക്ക്, അവിടെ ഒരു കുഞ്ഞു പാർക്കുണ്ട്. അതിൻ്റെ അടുത്ത് ഒരു കുഞ്ഞു ലേക്കൊക്കെ ഉണ്ട്. നല്ല നമുക്കിങ്ങനെ നടക്കാനൊക്കെ ഒത്തിരി സ്പേസ് ഒക്കെ ഉള്ളൊരു നല്ലൊരു പാർക്കാണ്. അപ്പോൾ അവിടെ പോയിട്ടൊന്ന് നടക്കണം, എന്നിട്ട് തിരിച്ച് വീട്ടിൽ പോകും. ഇന്ന് ഇത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല അല്ലേ? അതെ 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 ഫാസിലാണ് എന്ത് ചോദിച്ചാലും അതെ അതെ അതെ. നമ്മൾ പാർക്കിലെത്തി, വണ്ടി പാർക്ക് ചെയ്തിട്ട് പാർക്കിലേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നമ്മൾ പാർക്കിലെത്തി. ഇതാണ് പാർക്കിൻ്റെ എൻട്രൻസ്. ഗൈസ്, ഇവിടെ ഒരാള് നമ്മൾ ഇതിന്റെ പേരെന്തായിരുന്നു? ഗിംബലോ നോക്കിട്ട് പറഞ്ഞോട്ടോ, തെറ്റിപ്പോയ ആകെ. അല്ല, അങ്ങനെ തന്നെയാ. അങ്ങനെ ഗിംബലിന് എന്തോ ആ പേര്. അപ്പൊ അതിന്റെ പുതിയ ഗിംബൽ മേടിച്ചിട്ടുണ്ട്. അപ്പൊ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചൊരു പ്രോ ആയിട്ട് വേണം നമുക്ക് പുതിയ വീഡിയോ ഒക്കെ എടുക്കാൻ അല്ലേ? പ്രോ ആയിട്ട് നമ്മൾ പുതിയ അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് വരണം. അപ്പൊ ഇതാ നമ്മൾ പറഞ്ഞ പാർക്ക് കിട്ടും. ഇപ്പം ഇത് നമ്മളെ പാർക്കിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയ അതിനെന്താ പറയുക, ടെന്നീസ് കോർട്ട് ഉണ്ട്. പിന്നെ നമ്മൾ വിശാലമായ പാർക്കാണ്. ഇഷ്ടംപോലെ സ്ഥലമാണ് നമുക്ക് നടക്കാനും ഇരിക്കാനും എല്ലാത്തിനും അല്ലേ? ആ ആയിസ് എൻ്റെ പാൻറ്റിലും ഷൂവിലും ഒക്കെ ചളിയായി. ഇവിടെ മഴ പെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ചളിയായിരുന്നു. അതൊക്കെ എൻ്റെ കാലിലും എൻ്റെ ഷൂവിലൊക്കെ കണ്ടു. എൻ്റെ പാൻറ്റും ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ മതി പോവാന്ന് ഞാൻ പറഞ്ഞു. ബാക്കിലിട്ട് കുത്താൻ വേണ്ടി. പക്ഷെ എന്തൊക്കെ വേണമെന്നറിയോ, നമ്മള് ഈ പാർക്ക് കഴിഞ്ഞു. ഇനി ഇത് അവിടെ നിന്ന് ക്രോസ് ചെയ്താൽ ഒരു ലേക്കൊക്കെ ഉള്ള വേറൊരു കുറച്ചുകൂടെ വലിയ പാർക്ക് അല്ലേ? പിന്നെ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പം നമ്മൾ പാർക്കിൽ വന്നു, നടന്നു ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ്. ഇപ്പം തന്നെ ഇത് ഇരുട്ടായി തുടങ്ങി. 3:30 ആയിട്ടുള്ളൂ സമയം, പക്ഷേ ഇരുട്ടായി. ഓക്കെ ബൈ. ഇത് തുറന്നോ? എന്താ കളിയാക്ക? അപ്പൊ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ബൈ. ഒരു ബൈ പറയും. അപ്പൊ എല്ലാവരും വീഡിയോ കാണണം. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. വീഡിയോ കണ്ടാൽ മാത്രം പോരാ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.